പി.വി. അൻവർ എം.എൽ.എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയം SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് വഴിയിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതിനെതിരെ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോട്ടയത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ജോസഫ് വാഴക്കനാണ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്ന് രാവിലെ 11 മണിയോടെയാണ് നഗരം ചുറ്റി SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ SP ഓഫീസിലേക്ക് എത്താതിരിക്കാനായി പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് വഴിയിൽ തന്നെ തടഞ്ഞു. തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അഞ്ച് തവണയാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിനു പിന്നാലെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് പോലീസിൻ്റെ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിനെ പോലീസ് റോഡിലൂടെ വലിച്ചഴിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ഇത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കുതർക്കത്തിന് ഇടയാക്കി. കോട്ടയത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൗരി ശങ്കർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ രാഹുൽ മറിയപ്പള്ളി, റാഷ്മോൻ, ജോർജ് പൈസടക്കം നിരവധി പേർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു.